ഹായ് നമസ്കാരം. അങ്ങനെ ലോകത്തുള്ള എല്ലാ ചെന്നൈ ഫാൻസിനെയും ആവേശം കൊള്ളിക്കാൻ പറ്റുന്നൊരു ന്യൂസ് ചെന്നൈ ഇന്നലെ സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ചിരിക്കുകയാണ്. ഇനി മുന്നോട്ടുള്ള യാത്രയിൽ ധോണിയായിരിക്കും ചെന്നൈയെ നയിക്കാൻ പോകുന്നത്. ക്യാപ്റ്റൻ ധോണി ഈസ് ബാക്ക്. പക്ഷേ അവിടെ ചെന്നൈക്ക് നഷ്ടപ്പെടുന്ന വേറൊരു വലിയ ഒരു അസറ്റ് ഉണ്ട്. അത് ഋതുരാജ് ഈസ് റൂൾഡ് ഔട്ട് ഓഫ് ദി സീസൺ. ഈ ഒരു സീസണിൽ ഇനി ഋതുരാജ് കളിക്കില്ല, പരിക്ക് മൂലം പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇതിനകത്തൊരു ധോണി ക്യാപ്റ്റനായി വരുന്നു എന്നുള്ളതിൻ്റെ സന്തോഷത്തിനുപരി എന്നെ സംബന്ധിച്ച് വെറി ചെയ്യിക്കുന്നത്, ചെന്നൈ ഒരു ടീമിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ വെറി ചെയ്യിക്കുന്നത് ഋതുരാജ് എന്ന് പറയുന്ന ഒരു ബാറ്റ്സ്മാനെ മിസ് ചെയ്യും എന്നുള്ളതാണ്. ആ ടോപ്പ് ഓർഡറിൽ വലിയ പെർഫോമൻസ് ഈ സീസണിൽ ഇതുവരെ കാഴ്ച വെച്ചില്ലെങ്കിൽ പോലും ഋതുരാജ് ഒരു ശക്തിയായിരുന്നു ചെന്നൈയുടെ ആ ഒരു ടോപ്പ് ഓർഡറിൽ ഓപ്പണിംഗ് അല്ലെങ്കിൽ വൺ ഡൗൺ ഇറങ്ങുന്ന സമയത്ത്. ഋതുരാജ് എന്ന് പറഞ്ഞാൽ ക്യാപ്റ്റനെ ചെന്നൈ മിസ് ചെയ്യില്ല. കാരണം എനിക്ക് പേഴ്സണലി ആണെന്നുണ്ടെങ്കിലും ഋതുരാജിൻ്റെ ക്യാപ്റ്റൻസി അത്ര ഇമ്പ്രസീവായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല, പ്രത്യേകിച്ചും ഈ സീസണിൽ. അങ്ങനെ നോക്കുമ്പോൾ ഒരു ക്യാപ്റ്റൻസി പെർസ്പെക്റ്റീവിൽ ചെന്നൈക്ക് ഒരു അപ്ഗ്രേഡാണ് ധോണിയിലേക്കുള്ളത്. പക്ഷേ ബാറ്റിങ്ങിൻ്റെ കാര്യത്തിൽ ഓൾറെഡി വീക്കായിട്ടുള്ള ചെന്നൈയുടെ ബാറ്റിങ്ങിൽ വീണ്ടും വലിയൊരു അടി തന്നെയാണ് ഋതുരാജിനെ പോലൊരു ബാറ്റ്സ്മാൻ പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇനി ഋതുരാജ് പോയി കഴിഞ്ഞാൽ ആരകത്തേക്ക് വരും എന്നുള്ളൊരു വലിയ ചോദ്യം അവശേഷിക്കുകയാണ്. അവിടെ രണ്ട് ഓപ്ഷനാണുള്ളത്. ത്രിപാഠി തിരിച്ച് ടീമിലേക്ക് വരിക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു യങ് പ്ലെയറിന് അവസരം കൊടുക്കുക. ആൻഡ്രെ സിദ്ധാർത്ഥ് ടീമിലേക്ക് വരിക ടോപ്പ് ഓർഡറിൽ. അത് ശരിക്കും പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എൻ്റെ അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ ചെന്നൈ തീർച്ചയായിട്ടും ആൻഡ്രെ സിദ്ധാർത്ഥിനെ കളിപ്പിക്കണം. കാരണം ഈ IPL മറ്റ് ടീമുകളെല്ലാം യങ്സ്റ്റേഴ്സിന് അവസരം കൊടുക്കുന്നുണ്ട്. അവർ നന്നായിട്ട് പെർഫോം ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്നലത്തെ മാച്ചിൽ ഡൽഹിക്ക് വേണ്ടിയിട്ട് വിബ്രാജ് ബോൾ ചെയ്യുന്നുണ്ട്. വിബ്രാജ് അതുപോലെ തന്നെ ഒരു മാച്ച് അടിച്ച് ജയിപ്പിച്ചു. അതുകൊണ്ട് പുതിയ പ്ലേയേഴ്സ് എല്ലാ ടീമിന് വേണ്ടിയിട്ട് പെർഫോം ചെയ്യുമ്പോൾ ചെന്നൈ മാത്രം ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. ഇതൊരു പോസിറ്റീവായിട്ടുള്ളൊരു അവസരമായിട്ട് എടുത്തിട്ട് പുതിയൊരു പ്ലെയറിന് കളിക്കാനായിട്ട് അവസരം കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സ്ട്രാറ്റജി എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ മാച്ചിൽ കോൺവേ അല്ലെങ്കിൽ രച്ചിനെ ഒരാളെ പുറത്തിരുത്തിയിട്ട് ഓവർട്ടൺ തീർച്ചയായിട്ടും കളിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. മിഡിൽ ഓർഡറിൽ ധോണി മാത്രം പോരാ ബിഗ് ഹീറ്റർ. അവിടെ ഓവർട്ടൺ മാത്രമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ അവരുടെ ബെഞ്ചിൽ. വേറെ ആൾക്കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ. ഇപ്പോൾ ഉള്ളത് ഓവർട്ടനാണ്. ഓവർട്ടനെ കൊണ്ടുവന്ന് ആ മിഡിൽ ഓർഡർ സ്ട്രെങ്തൻ ചെയ്യേണ്ടത് ചെന്നൈയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയിപ്പോൾ ടോപ്പ് ഓർഡറിൽ ഋതുരാജ് പോകുന്നതുകൊണ്ട് ഇനി കോൺവേയും രച്ചിനെ ഒരുമിച്ച് ഇവർ കളിപ്പിക്കുക എന്നുള്ള കാര്യത്തിലും എനിക്ക് സംശയമുണ്ട്. ചിലപ്പോൾ അങ്ങനെയും ചിന്തിച്ചേക്കാം, ഇവർ രണ്ടുപേരും ഒരുമിച്ച് കളിപ്പിച്ചേക്കാം. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഓവർട്ടൺ തീർച്ചയായിട്ടും ആ മിഡിൽ ഓർഡറിൽ വരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ ഇന്നത്തെ മാച്ചിൽ കണ്ടേക്കാവുന്ന മറ്റൊരു ചേഞ്ചാണ് മുകേഷ് ചൗധരിയെ മാറ്റിയിട്ട് അൻഷുൽ കമ്പോജിനെ കൊണ്ടുവരണം എന്നുള്ളത്. അതൊരു അനിവാര്യതയാണ്. അൻഷുൽ കമ്പോജിനെ പോലെ ഒരു ബോളറിനെ ബെഞ്ചിലിരുത്തേണ്ട ആവശ്യമില്ല. നന്നായിട്ട് പെർഫോം ചെയ്തൊരു ബോളറാണ്. മുകേഷ് ചൗധരി ആണെങ്കിൽ കഴിഞ്ഞ 2 മാച്ചിൽ അത്യാവശ്യം നന്നായിട്ട് അടി വാങ്ങിച്ചു. ഇനി ഈ വരുന്ന മാച്ചിലെങ്കിലും അൻഷുൽ കമ്പോജിന് അവസരം കൊടുത്തില്ലെങ്കിൽ അത് കുറച്ച് കടന്ന കൈയായി പോകും. അപ്പോൾ എൻ്റെ ഒരു പ്രതീക്ഷ വെച്ചിട്ട് നാളെ അൻഷുൽ കമ്പോജ് കളിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ മാച്ച് KKR ചെന്നൈ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ വെച്ചാണ് സ്പിന്നിൻ്റെ കോട്ട. അവിടെ KKR വരുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്. KKRൻ്റെ സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റ് സ്ട്രോങ്. KKRൻ്റെ വരുൺ ചക്രവർത്തിയും സുനിൽ നരേനും തീർച്ചയായിട്ടും ചെന്നൈയുടെ ബാറ്റ്സ്മാൻമാർക്ക് ചലഞ്ച് തന്നെയായിരിക്കും. അതുപോലെ തന്നെ രഹാനെ, അംഗ്രിത് രഘുവംശി, വെങ്കടേഷ് അയ്യർ പോലുള്ള നല്ല സ്പിന്നിനെ കളിക്കുന്ന റിങ്കു സിംഗ്, ഇവരെ പോലൊക്കെ നല്ല സ്പിന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ബാറ്റ്സ്മാൻമാർ KKRനുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള മത്സരം തന്നെയായിരിക്കും ഇന്നത്തേത്. രണ്ട് ടീമുകളെ സംബന്ധിച്ചും വളരെ ക്രൂഷ്യലായിട്ടൊരു മത്സരമാണ്. ചെന്നൈയെ സംബന്ധിച്ച് ജയിച്ചതൊരു മുന്നോട്ടുള്ള പ്രതീക്ഷകൾ ലൈവായിട്ട് നിർത്തണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇന്നത്തെ മാച്ചിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ധോണി ക്യാപ്റ്റൻസിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളത് തന്നെയാണ്. ഞാനും വളരെ കൗതുകപൂർവ്വം വളരെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ് ധോണി ക്യാപ്റ്റനായിട്ട് തിരിച്ചു വരുമ്പോൾ എങ്ങനെയായിരിക്കും CSKയുടെ പെർഫോമൻസ് എന്ന്. പക്ഷേ ഋതുരാജ് എന്ന് പറഞ്ഞ ഒരു ബാറ്റ്സ്മാനെ അവിടെ ബലി കൊടുക്കേണ്ടി വന്നു എന്നുള്ളൊരു, ശരിക്കും പറഞ്ഞാൽ ചെന്നൈ സൂപ്പർ കിങ്സിന് അതൊരു വലിയ അടി തന്നെയാണ്. എങ്കിലും ധോണിയിലൊരു മിറാക്കിൾ CSK ഫാൻസ് എല്ലാം പ്രതീക്ഷിക്കും. ധോണി വരുമ്പോൾ ആ ടീമിന് സംഭവിക്കുന്ന ഒരു മിറാക്കിൾ തീർച്ചയായിട്ടും CSK ഫാൻസ് പ്രതീക്ഷിക്കും. അപ്പോൾ ഞാനും ആ ഒരു മിറാക്കിൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ചെന്നൈക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ധോണി ക്യാപ്റ്റനായിട്ട് വന്നെന്ന് അറിയാനായിട്ട്. അപ്പോൾ മൊത്തത്തിൽ ചെന്നൈ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് ടീമിൽ വരുത്തും എന്ന് വിശ്വസിക്കുന്നു. ഋതുരാജും കൂടെ പോയപ്പോഴത്തേക്ക് ആൻഡ്രെ സിദ്ധാർത്ഥിനെ ടീമിലേക്ക് കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ അൻഷുൽ കമ്പോജിനെ കളിപ്പിക്കുന്നു, ഓവർട്ടണിനെ കളിപ്പിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ പ്രതീക്ഷയുടെ എല്ലാം പുറത്ത് അതുപോലെ തന്നെ ധോണി ക്യാപ്റ്റനായിട്ട് തിരിച്ചു വരും എന്നുള്ള ആ ഒരു കാര്യത്തിൻ്റെയും ഒരടിസ്ഥാനത്തിൽ ഞാൻ ഈ മാച്ചിൽ തീർച്ചയായിട്ടും ഒരു ചെറിയൊരു എഡ്ജ് ചെന്നൈക്ക് കൊടുക്കുകയാണ് KKRൻ്റെ മേളിൽ. കാരണം ചെന്നൈയുടെ ഹോം കണ്ടീഷനാണ്. പോരാത്ത തന്നെ ഒരു ധോണി എഫക്റ്റ്, ഒരു ധോണി മാജിക് സംഭവിക്കുമെന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് KKR vs CSK മാച്ചിനെ പറ്റിയുള്ള പ്രതീക്ഷകൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, എതിരഭിപ്രായങ്ങൾ ഒക്കെ കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും പങ്കുവയ്ക്കുക. അപ്പോൾ മറ്റൊരു IPL റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ബൈ.